നിയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് ചിന്തിക്കേണ്ടത് ആരാണ്? അത് കർത്താവാണ്. നമ്മൾ അവയവങ്ങളല്ലേ. തലയാരാ? പണ്ടേ ഊംബ്രാണ്ട് എന്നും പറഞ്ഞൊരു വലിയ ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു. ഊംബ്രാണ്ടിൻ്റെ മകനാണ് മൈക്കിൾ ഊംബ്രാണ്ട്. മൈക്കിൾ ഊംബ്രാണ്ട് പയ്യനായിരുന്ന സമയത്ത് ഊംബ്രാണ്ട് 14 കൊല്ലം കമ്മ്യൂണിസ്റ്റ് തടവറ ജീവിച്ച ആളാണ്. അപ്പോൾ ഞാൻ ഊംബ്രാണ്ടിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാനത് 77 അപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്, അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പപ്പ എനിക്ക് ബോറടിക്കണമെന്ന് പറഞ്ഞു. പപ്പ എനിക്ക് ബോറടിക്കണേ. അപ്പോൾ അവന് അന്ന് 9 വയസ്സേ പറ്റേ ഉള്ളൂ. അപ്പോൾ അവന് അങ്ങ് പറയാനുള്ള കഴിവുണ്ട് അവന്. അപ്പോൾ പറഞ്ഞ്, നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കും മോനെ എന്ന് പറഞ്ഞ്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഊംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ട്, റിച്ചാർഡ് ഊംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ട് പയ്യൻ പറഞ്ഞ്, ദൈവം വലിയ ആളല്ലേ, ഈ വലിയ ആളെ എൻ്റെ കൊച്ചു തല കൊണ്ട് ഞാൻ എങ്ങനെ ചിന്തിക്കാനാണെന്ന് ചോദിച്ചു. അതാണ് അവൻ ചോദിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് എന്നെക്കൊണ്ട് ചിന്തിക്കട്ടെ എന്ന്. അവൻ കൊച്ചാണെങ്കിലും അവൻ പറയണ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കാരണം അവൻ ദൈവത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവന്. അപ്പോൾ ദൈവം തലയാണ്, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് തലയാണെന്ന്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഉടമ്പടി നിയോഗങ്ങൾ നിറവേറ്റേണ്ടത് ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് ദൈവം ചിന്തിച്ചോളും. നമ്മുടെ ചിന്ത വരണവൻ ആവശ്യമില്ല. ഉടമ്പടി നിയോഗം, ജോലി, വീട്, വിവാഹം, നിൻ്റെ പഠനങ്ങൾ, നിൻ്റെ ജീവിത പങ്കാളി, അതിനെക്കുറിച്ച് നീ ഇനി തലയെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതെന്താണ്? നീ അത് ഏൽപ്പിച്ചു. വലിയ തലക്ക് ചിന്തിക്കാൻ കൊടുത്തിരിക്കുകയാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ.